ഇനി അള്ളാന്റെ റസൂലാന്ന് ബോധ്യം വരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് അള്ളാഹു നബി തങ്ങൾക്ക് ഒരുപാട് തെളിവ് കൊടുത്തിട്ടുണ്ട്. നബി അള്ളാന്റെ ദൂതരാണെന്നുള്ളതിന്റെ തെളിവുകൾ, അതിനാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. 10,000-കണക്കിന് മുഅ്ജിസത്തുകൾ മുഖേനയാണ് മുത്തുനബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിൽ ഖിയാമത്ത് നാൾ വരെ ലൈവായി ഇവിടെ നിലനിൽക്കുന്നതും അതിശക്തവുമായ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്. ഞാൻ അത് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. സാധാരണക്കാരായ നമുക്കൊക്കെ അള്ളാഹുവിന്റെ റസൂൽ അവന്റെ ദൂതനാണ് എന്ന് ബോധ്യം വരാൻ പറ്റിയ ഒരൊറ്റ ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ, അവിടുന്ന് നാളെ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയും. ആ പറഞ്ഞത് പകൽ വെളിച്ചം പോലെ പുലരും. ഇത് മഹാത്മാക്കളായ സ്വഹാബത്ത് ഇങ്ങനെ ജീവിതത്തിലൂടെ അനുഭവിക്കും. അവിടെ നിന്നാണ് ഇത് നമ്മളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യനല്ല, ഇത് അള്ളാഹുവിന്റെ ദൂതരാണ് എന്ന ഉറച്ച വിശ്വാസം സ്വഹാബത്തിന്റെ ഖൽബിൽ രൂഢമൂലമായ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളെ കുറിച്ച് നമ്മൾ പഠിക്കലാണ് നമ്മളെ ഖൽബിലേക്ക് അവിടുന്ന് അള്ളാന്റെ ദൂതരാണ് എന്ന് ബോധ്യം വരാനുള്ള വഴി. അതിൽ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് മറഞ്ഞ കാര്യങ്ങളെ, അഥവാ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയതീതമായ കാര്യങ്ങളെ അവിടുന്ന് പറയും. അത് പറഞ്ഞതുപോലെ അടുത്ത ദിവസങ്ങളിൽ പുലരും. ചിലത് അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അന്ന് ആ പറഞ്ഞതിന് ശേഷം ഉടനെ പുലരും. ചിലത് അടുത്ത ദിവസങ്ങളിലായിട്ട്, ചിലത് നബിതങ്ങളെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും, ചിലത് സ്വഹാബത്തിന്റെ കാലത്ത്, ചിലത് താബീങ്ങളെ കാലത്ത്, പിന്നെ പിൽക്കാലത്ത്, ഇപ്പൊ നമ്മളെ വർത്തമാന കാലത്ത്, ഇനി ശേഷം വരാനുള്ളത് ഖിയാമത്ത് നാളായിട്ട്, ഇങ്ങനെ തുടങ്ങി അള്ളാന്റെ ഹബീബ് പറഞ്ഞ കാര്യങ്ങൾ കാലം മുന്നോട്ട് പോകുന്തോറും ആ മുഅ്ജിസത്തുകൾ ഇങ്ങനെ കൂടിക്കൂടി വരിക ചെയ്യാം. കാലം എത്ര പഴകിയാലും അവിടെ നിന്ന് അള്ളാന്റെ റസൂലാണെന്നതിന് പുതുമ കൂടുകയല്ലാതെ കുറയില്ല. എന്താ കാരണം? നബിതങ്ങളുടെ പ്രവചനങ്ങൾ അത്രമേൽ ഇനിയും ഇനിയും പുലരാനിരിക്കുകയാണ്. സ്വഹാബത്ത് അനുഭവിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയാം. ബദർ യുദ്ധം നടക്കുക. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സൈനികരായി ആരുമില്ല, എല്ലാം സിവിലിയന്മാരാ. സൈനികർ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ചില യോഗ്യതയും പിന്നെ നിയമങ്ങളൊക്കെ. ഇത് ഉടുക്കാൻ തുണിയില്ലാത്തവർ, ധരിക്കാൻ ചെരുപ്പില്ലാത്തവർ, കഴിക്കാൻ ആഹാരമില്ലാത്തവർ, 313 മനുഷ്യന്മാർ. അതിൽ 5 or 6 ആളെ കയ്യിലാണ് ആകെ ആയുധങ്ങൾ. മറുഭാഗത്ത് 1000 സൈനികർ, എല്ലാവരും പടച്ചട്ട അണിഞ്ഞിട്ടുണ്ട്. 10-300ഓളം പിന്നെ കുതിരപ്പടയാളികളുണ്ട്, 10-700ഓളം ഒട്ടകങ്ങളുണ്ട്. എല്ലാവിധ ആ കാലത്തെ ആധുനിക ആയുധങ്ങളും. ഇതെല്ലാമുള്ള ഒരു സേനയെ മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന്റെ തലേന്ന് നാൾ പ്രവചിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുരീനാ, അള്ളാന്റെ റസൂല് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ മസാരി അഹ്ലി ബദർ, ബദറിൽ കൊല്ലപ്പെടാൻ പോകുന്ന ഖുറൈശി പ്രമുഖർ മരിച്ചു വീഴുന്ന സ്ഥലം. ആലോചിച്ച് നോക്കും, ഒരു കൊല്ലപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് പറയില്ല. അതാ മസ്റഉ ഫുലാൻ, ഒരു സ്ഥലം ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവിടെയാണ് അബൂജഹൽ കൊല്ലപ്പെട്ടു വീഴുക. എന്തെങ്കിലും സാധ്യത ഉണ്ട്? ആയുധമില്ലാത്ത 313 ആൾക്കാരോടാ പറയണത്, നിങ്ങൾ
ഓലെ കൂട്ടത്തുനിന്ന് ഏതെങ്കിലും മുടന്തുള്ള ആളോ ആരോഗ്യമില്ലാത്ത ആളോ ഓനെ കൊല്ലുന്നല്ല, ഏറ്റവും വലിയ നേതാവ്, ആ നേതാവ് ഇവിടെ ഉണ്ടാവും. ഉത്തുബ ഇവിടെ, ശൈബ ഇവിടെ, വലീദ് ഇവിടെ, സ്ഥലം ഇങ്ങനെ നിർണയിച്ചു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ സമയത്ത് പോയി അവിടെ അടയാളം വെച്ചു. കാരണം ഇത് അതേപോലെ അങ്ങ് നടന്നാലുണ്ടല്ലോ ഒരു ഈമാൻ വർദ്ധിക്കല് അല്ലെ, നബിതങ്ങളാ പറഞ്ഞ അപ്പടി അങ്ങ് സംഭവിച്ചാൽ ഈമാൻ കൂടും. അതുകൊണ്ട് അവിടെ അടയാളം വെച്ചു. മഹാനവറുകൾ സാക്ഷ്യപ്പെടുത്തുന്നു, ബദർ യുദ്ധം കഴിഞ്ഞു, ഞങ്ങൾ പരതി നോക്കുമ്പോൾ അള്ളാന്റെ റസൂല് ഹദ്ദ് ചെയ്ത ആ വരവരച്ച സ്ഥലത്ത് നിന്ന് ഒരു ഇഞ്ചു തെന്നി മാറാതെ പറയപ്പെട്ട മുഴുവൻ ആളുകളും അതാ കൊല്ലപ്പെട്ട് കിടക്കുന്നു. മഹാൻ വിളിച്ചു പറയുന്നു, സ്വദഖത യാ റസൂലല്ലാഹി സ്വദഖത. അല്ലാഹുവിന്റെ ഹബീബേ, അവിടുന്ന് പറഞ്ഞതാ അതുപോലെ വാസ്തവമായിരിക്കുന്നു. ഇത് അനുഭവിച്ച സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അള്ളാന്റെ റസൂലാന്നുള്ള ഇനി വലിയ സംശയം ഉണ്ടാവും. ഇനി ആ നബിതങ്ങൾ എന്തു പറഞ്ഞാലും അവർ അംഗീകരിക്കൂലേ? അപ്പോഴാണ് ഓൽക്ക് ഈമാൻ ഉണ്ടായത്. ബദർ യുദ്ധം കഴിഞ്ഞു. യുദ്ധത്തിൽ 70 ശത്രുക്കളെ പിടിക്കപ്പെട്ടു. നിങ്ങൾക്ക് അറിയാം ചരിത്രം. അതിലൊരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എളാപ്പ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ബാസ് തങ്ങളോട് നബിതങ്ങൾ പറഞ്ഞു, യുദ്ധ തടവുകാരനാണ് ഇപ്പൊ നിങ്ങൾ ശത്രുക്കളോട് യുദ്ധത്തിന് വന്ന ആളാ. വിട്ടയക്കണമെങ്കിൽ നിങ്ങൾ 4 ആളുകളുടെ ഫിദി അടക്കേണ്ടതുണ്ട്. ഒന്ന് നിങ്ങളുടേത് തന്നെ, പിന്നെ 2 ആള് നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട 2 ആളുണ്ട്, അവര് പൈസ ഇല്ലാത്ത ആൾക്കാരെ, അവരെ ഫണ്ടും നിങ്ങൾ അടക്കേണ്ടി. പിന്നെ നിങ്ങളെ സഖ്യ കുടുംബത്തിൽപ്പെട്ട ഒരു 4ാമത്തെ കക്ഷി ഉണ്ട്, അതും അടക്കണം. അങ്ങനെ 4 ആളെ പൈസ അടച്ചെങ്കിലേ നിങ്ങളെ വിടുള്ളൂ പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കി നബിയെ, ഞാൻ നേരത്തെ മുസ്ലിമാണ്, ഞാനത് പരസ്യമാക്കാഞ്ഞിട്ടാണ്. നബിതങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂലി പടച്ചോന്റെ അടുത്ത് നിന്നിട്ട്, ഇപ്പം നിങ്ങൾ യുദ്ധ തടവുകാരനാണ്, ശത്രുപക്ഷത്ത് സൈനികനായിട്ടാണ് ഇവിടെ വന്നത്, അതുകൊണ്ട് വിട്ടു തരൂല, 4 ആളെ ഫണ്ട് അടക്കണം. അപ്പം പറഞ്ഞു, ഇത്രയും ആളുകളുടെ പൈസ അടക്കാൻ എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു, അതിന് മാത്രമൊന്നും പണം എന്റെ അടുത്തില്ല. അപ്പോഴാണ് അവിടുന്ന് മുഅ്ജിസത്ത് വെളിവാക്കിക്കൊണ്ട് ഒരൊറ്റ ചോദ്യമാണ്, ഫൈനൽ മാലുല്ലദീ ദഫൻത അൻത വ ഉമ്മുൽ ഫളിലി. യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെ തലേനാൾ മക്കയിൽ വെച്ച് നിങ്ങളും നിങ്ങളുടെ പത്നി ഉമ്മുൽ ഫളിലും ചേർന്ന് നിങ്ങളെ കയ്യിലുള്ള 1000കണക്കിന് സ്വർണ്ണ നാണയങ്ങളൊക്കെയും ഒരു കീയിൽ കെട്ടി വീടിന്റെ ഒരു മൂലയിൽ കുഴി കുഴിച്ച് അവിടെ നിങ്ങൾ മൂടി. എന്നിട്ട് നിങ്ങളതാ ഭാര്യ ഉമ്മുൽ ഫളിലിനോട് പറഞ്ഞില്ലേ, ഈ യാത്രയിൽ എനിക്ക് വല്ല അപകടവും സംഭവിച്ചാൽ ഈ സ്വർണ്ണ നാണയങ്ങൾ അത്രയും എന്റെ ആൺമക്കൾക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞില്ലേ, ആ മുതൽ എന്തായിപ്പോയി? നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലേ? അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് വറക്കാണ്. 500 കിലോമീറ്റർ ദൂരെയാണ് മദീനയിൽ നിന്ന് മക്ക. വാട്സപ്പിൽ ഇത് പിടിച്ചിട്ട് കൊടുക്കാനൊന്നും ആരുമില്ലല്ലോ. ഇത്രയും സ്വകാര്യമായി ഒരു റൂമിന്റെ ഉള്ളിൽ വെച്ച് ഒരു ഭാര്യയും ഭർത്താവും പറഞ്ഞ കാര്യം അത് അതേപടി നബിതങ്ങളങ്ങ് വിശദീകരിച്ചു കൊടുത്തപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഇന്നി അയ്ഖൻതു അന്നക റസൂലുള്ളാഹ്, അവിടുന്ന് അള്ളാന്റെ റസൂലാണെന്ന് ഞാനിതാ ഉറച്ചു വിശ്വസിക്കുന്നു നബിയേ. ഇത് ഞാനും എന്റെ ഭാര്യയുമല്ലാത്ത 3ാമത്തൊരു കക്ഷി അറിയാത്ത വിഷയമാണ്. അത് അവിടത്തേക്ക് അറിയാൻ സാധിച്ചത് അവിടുന്ന് അള്ളാന്റെ റസൂലായതുകൊണ്ട് തന്നെ. ഇങ്ങനെയാണ് നബിതങ്ങൾ അള്ളാന്റെ ദൂതരാന്ന് അവർക്ക് ബോധ്യം വന്നത്. അവിടുന്ന് പറയുന്നത് അങ്ങനെ തന്നെ പുലരാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോണ്ട് മദീനയിൽ ഒരാള്, ഉമർ ഖത്താബ് തങ്ങളാണ് ആളെ ആദ്യം കണ്ടത്. ഉമൈർ ഇബ്നു വഹബ് എന്നാണ് അയാളെ പേര്.
റളിയല്ലാഹുവിന് മുഖലക്ഷണം അറിയുന്ന ആളാണ്. ഇയാളെ കണ്ടപ്പം തന്നെ പറഞ്ഞു അതാ കെൽബ് വരുന്ന, കാരണം ഇയാള് നബിതങ്ങളെ കഠിന വിരോധിയാണ്, അവനെ സൂക്ഷിക്കണോ, നല്ലേന് വരുന്നല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അൻസാരികളായ സ്വഹാബികളൊക്കെ ചാടി വീണു, ഇയാൾ വലയം ചെയ്തു, നബിതങ്ങളോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ധൈര്യശാലിയാണ്, ഒരാളെയും പേടിക്കൂല. നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ ബേജാറാകണ്ട, അവൻ ഇങ്ങോട്ട് കടത്തി വിട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഉമൈർ ഇബ്നു വഹബ് നിൽക്കുമ്പോൾ അവിടുന്ന് ചോദിച്ചു, മാ ജാഅ ബിക യാ ഉമൈർ, ഉമൈറെ നീ മദീനയിലേക്ക് എന്തിനു വന്നതാ? അയാൾ വളരെ കൂളായി തന്നെ പറഞ്ഞു, എന്റെ ഒരു മകൻ യുദ്ധത്തടവുകാരനായി നിങ്ങളെ അടുത്തുണ്ട്, അവനെ വിമോചിപ്പിക്കുന്ന കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് ചോദിച്ചു, ഫമാ ബാലു സൈഫി ഫീ ഉനുഖിക്, അതിനെന്തിനാ നിന്റെ പെരടിയിൽ ഒരു വാൾ ഒളിപ്പിച്ചു വെച്ചത്? ഇതാരും കണ്ടിട്ടില്ല. പെരടിയിൽ ഒരു വടിവാൾ ഇങ്ങനെ തിരികെ ചെത്തിരിക്കുക, അതെന്തിനാന്ന്. അപ്പൊ ഇയാളാകൊന്നൊന്ന് ഞെട്ടി. പിന്നെ ആ ജാള്യതൊക്കെ മറച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, അല്ലെങ്കിൽ വാള് ചുമ്മാ പിടിച്ചതാണ്, വാളുകൊണ്ട് എന്താ കാര്യം, ഞങ്ങൾ ബദറിൽ എത്ര വാളുമായിട്ട് വന്നപ്പോ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല, അത് വെറുതെ കൈ പിടിച്ചതാണ്. അള്ളാന്റെ റസൂല് വിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, അല്ല, ബൽ ഖഅത അൻത വസഫ്വാൻ ഇബ്നു ഉമയ്യ ഫീ ഹിജ്രിൽ കഅബ, നീയും സഫ്വാൻ ഇബ്നു ഉമയ്യ എന്നവനും പരിശുദ്ധ കഅബയുടെ ഹിജ്ർ ഇസ്മായിലിന്റെ തിണ്ടിലിരുന്നു. വദക്കർതുമാ അസ്ഹാബൽ ഖലീബ്, എന്നിട്ട് ബദറിൽ കൊല ചെയ്യപ്പെട്ട നിങ്ങളെ നേതാക്കളെ സംബന്ധിച്ച് സങ്കടം പങ്കുവച്ചു. ആ സമയത്ത് നിങ്ങൾക്ക് വലിയ ദേഷ്യം വന്നു. നിങ്ങൾ സഫ്വാൻ ഇബ്നു ഉമയ്യയോട് പറഞ്ഞു, ലൗലാ അലയ്യ ദൈനുൻ, ലൗലാ അലയ്യ ദൈനുൻ വഗ്യാലുൻ ഇൻദി, ഭാരിച്ച കടവും കുറെ ചെറിയ മക്കളും എനിക്കുണ്ടായിപ്പോയി, അതില്ലായിരുന്നുവെങ്കിൽ ഖറജ്തു ഇലൽ മദീനത്തി വഖതൽതു മുഹമ്മദാ, ഞാൻ മദീനയിൽ ചെന്ന് മുഹമ്മദിനെ കൊല്ലുമായിരുന്നു എന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യയോട് നീ പറഞ്ഞപ്പോൾ സഫ്വാൻ പറഞ്ഞു, നിങ്ങളെ മക്കളെ നോക്കണ കാര്യം ഞാൻ ഏറ്റു, നിങ്ങളെ കടം ഫുള്ള് ഞാൻ വീട്ടി തരാം, നിങ്ങൾ പോയിട്ട് മുഹമ്മദിനെ കൊല്ലി. എന്നിട്ട് നിങ്ങൾ രണ്ടാളും പറഞ്ഞു, ഇത് വേറെ ആരും അറിയരുത്, കൊല നടന്നിട്ടേ പുറത്തറിയാവൂ. അങ്ങനെ എന്നെ കൊല്ലാൻ വന്നതല്ലേ ഉമൈറേന്ന് ചോദിച്ചു. ഉമൈർ സ്പ്രിങ്ങുമ്മൽ നിൽക്കണമായിരി വിറച്ചിട്ട് പറഞ്ഞു, ഇന്നീ അഅലമു അന്നക റസൂലുള്ളാഹ്, ഓ പ്രിയപ്പെട്ട നബിയേ, അവിടുന്ന് അള്ളാന്റെ റസൂലാണെന്ന് ഞാനിതാ ഉറച്ചു മനസ്സിലാക്കുന്നു. ഫഇന്നഹു അംറും ലം യശ്ഹദുഹു ഇല്ലാ അന വസൗമയ്യത്തു ബിൻ സഫ്വാൻ, ഇത് ഞാനും സഫ്വാൻ ഇബ്നു ഉമയ്യയും മാത്രം ഗൂഢാലോചന നടത്തിയൊരു വിഷയമാണ്. അത് അവിടത്തേക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലായതുകൊണ്ട് തന്നെയാണ്. അവിടെ വെച്ച് അദ്ദേഹം അതാ കലിമത്തു തൗഹീദ് ചൊല്ലി ഇസ്ലാമിൽ അംഗത്വം എടുക്കുകയാണ്. ഇങ്ങനെയാണ് സ്വഹാബത്തിന്റെ മനസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാന്റെ ദൂതരാണെന്ന കാര്യം ബോധ്യപ്പെടുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്തിൽ ഒന്നാണ് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയുക, പഞ്ചേന്ദ്രിയ അതീതമായ ഗൈബുകളെ പറയുക. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദൃശ്യം പറയുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കുന്ന ആളല്ല. ആവശ്യമുള്ളിടത്ത് ആവശ്യാനുസരണം അവിടുന്ന് പറയും. അല്ലെങ്കിൽ ഈ ആയത്തിന്റെ മറ്റൊരർത്ഥം ബിളനീൻ എന്ന് പറഞ്ഞാൽ അദൃശ്യം പറയുന്നതിൽ സംശയിക്കപ്പെടുന്ന ആളല്ല. അവിടുന്ന് എന്തു പറഞ്ഞു അത് അതുപോലെ തന്നെ പുലരും. അത് നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്താണ്. ഇത്
ഇത് പടച്ചവൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. എന്നിട്ടും അഹ്ലുൽ ബിദ്അത്ത് പറയും, വഹാബി പറയും, മൗദൂദി പറയും, നബിതങ്ങൾക്ക് ഗൈബറിയില്ല, ആയിഷ ബീവിയുടെ മാല പോയത് അറിഞ്ഞോ? അങ്ങനെയുണ്ട്. മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിലുണ്ടായി അന്നാളുകൾ. ഇത് പറയേണ്ടത് പറയും, എല്ലാം പറയില്ല. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ മാല പോയതും ആ കേസൊക്കെ നബിതങ്ങൾ പറയാതിരുന്നത്, നബിതങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഒരാരോപണവും കാര്യമൊക്കെ വരുമ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ഗൈബിയായ അറിവ് കൊണ്ട് പറഞ്ഞാൽ അത് വേറെ ആരോപണങ്ങൾക്ക് കാരണം. മൂപ്പര് കുടുംബത്തിലൊരു വിഷയം ഉണ്ടായപ്പോഴേക്ക് അത് അങ്ങനെ ഒന്നല്ല എന്ന് മൂപ്പര് പറഞ്ഞു പറഞ്ഞിട്ട് മുനാഫിക്ക് ഇറങ്ങൂലേ? അത് അള്ളാഹു ആണ് പറയേണ്ടത്. അത് അള്ളാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തിന്റെ ഭാഗമാണ് ഗൈബിയായ കാര്യങ്ങൾ അറിയാനുള്ള സിദ്ധി. അത് ഉപയോഗിച്ചാണ് അവിടുന്ന് അള്ളാഹുവിന്റെ ദൂതരാണെന്ന് അടിക്കടി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത്.